ഹൈഡ്രോ കാർബൺസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ജനറൽ ഫാക്ടേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ സിംപ്ലസ്റ്റ് ഹൈഡ്രോ കാർബൺ അത് മീതെയിൻ ആണ്. അതായത് ഏറ്റവും ലഘുവായ ഹൈഡ്രോ കാർബൺ ആകുന്നു മീതെയിൻ. അതുപോലെ ബയോഗ്യാസിലെ മെയിൻ കമ്പോണന്റ് ആകുന്നു മീതെയിൻ. നാച്ചുറൽ ഗ്യാസിലെ മെയിൻ കമ്പോണന്റും മീതെയിൻ ആകുന്നു. മാഷ് ഗ്യാസ് അതായത് ചതുപ്പ് വാതകത്തിലെ മെയിൻ കമ്പോണന്റും മീതെയിൻ ആകുന്നു. മീതെയിൻ കണ്ടെത്തിയത് അലക്സാൻഡ്രോ വോൾട്ടെ ആകുന്നു. നാച്ചുറൽ ഗ്യാസിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നു മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. എന്നാൽ ഈ നാച്ചുറൽ ഗ്യാസിലെ ഏറ്റവും പെർസെൻറ്റേജ് കൂടിയ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അത് മീതെയിൻ ആകുന്നു. ഏറ്റവും നന്നായി കത്തുന്ന ഹൈഡ്രോ കാർബൺ ആകുന്നു ബ്യൂട്ടെയിൻ. അതുപോലെ കുക്കിംഗ് ഗ്യാസായിട്ട് പാചകവാതകമായിട്ട് LPGയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഹൈഡ്രോ കാർബൺസ് ആകുന്നു പ്രൊപ്പെയിനും ബ്യൂട്ടെയിനും. ഈ LPGയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആകുന്നു ബ്യൂട്ടെയിൻ. അതുപോലെ പാചകവാതക സിലിണ്ടറിൽ ഉണ്ടാകുന്ന ലീക്കേജ് അറിയാൻ ചേർക്കുന്ന പ്രത്യേക മണമുള്ള രാസവസ്തു ഉണ്ട്. അതിന്റെ പേരാണ് ഈഥെയിൽ മെർക്യാപ്റ്റൻ. ദാറ്റ് മീൻസ് ദ കെമിക്കൽ വിത്ത് എ സ്ട്രോങ് സ്മെൽ ആഡഡ് ടു ഡിറ്റക്ട് ഗ്യാസ് ലീക്കേജ് ഇൻ LPG സിലിണ്ടേഴ്സ്. അവിടെ ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺ ആകുന്നു ഈഥെയിൽ മെർക്യാപ്റ്റൻ. ഗ്യാസ് യൂസ്ഡ് ഇൻ സിഗരറ്റ് ലൈറ്റേഴ്സ്, ദാറ്റ് ഈസ് സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺ എന്നത് ഏറ്റവും നന്നായി കത്തുന്ന ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ബ്യൂട്ടെയിൻ ആകുന്നു. അതുപോലെ പഴങ്ങൾ പഴുപ്പിക്കുവാനായിട്ട് ഈഥീൻ ആണ് ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഈഥൈൻ. ഈഥൈൻ ആണ് വെൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ദ കെമിക്കൽ വിത്ത് എ സ്ട്രോങ് സ്മെൽ യൂസ്ഡ് ടു ഡിറ്റക്ട് ഗ്യാസ് ലീക്കേജ് ഇൻ LPG സിലിണ്ടർ അത് ഈഥെയിൽ മെർക്യാപ്റ്റൻ ആണ്. ഈഥെയിൽ മെർക്യാപ്റ്റനെ എഥനത്തിയോൾ എന്നും വിളിക്കാറുണ്ട്. സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്നത് അത് ബ്യൂട്ടെയിൻ ആണ്. പഴങ്ങൾ പഴുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഈഥീൻ. ഈഥീനെ എഥിലീൻ എന്നും വിളിക്കാറുണ്ട്. വെൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഈഥൈൻ. ഓക്കെ, ഈഥൈനെ അസറ്റിലിൻ എന്നും വിളിക്കാറുണ്ട്. ഈഥൈനെ അസറ്റിലിൻ എന്നും വിളിക്കാറുണ്ട്. ഈഥൈനെ അസറ്റിലിൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ.